ഹായ് ഹലോ. വീട്ടിൽ കുറച്ച് ഹാങ്ങിങ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ വേനലിൽ വെള്ളക്കുറവ് കൊണ്ട് മഴ പെയ്തെങ്കിലും ഹാങ്ങിങ്ങിന് വെള്ളം കിട്ടില്ല കേട്ടോ. നമ്മൾ മേളിൽ കയറി ഒഴിക്കണം. അപ്പം വെള്ളം ഒഴിക്കാത്തതുകൊണ്ടും പിന്നെ ഇച്ചിരി പ്രായമായേക്ക് നിൽക്കുമ്പോൾ ഇത് കുറച്ച് കാലമായി നട്ടിട്ട്, അപ്പം അവരെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാമെന്നും കൂടെ വിചാരിച്ച് ഇന്ന് രാവിലെ തന്നെ എല്ലാത്തിനെയും പിടിച്ച് താഴെ ഇറക്കിയിട്ട് ഓരോന്നിനെടുത്ത് അതിൻ്റെ അകത്ത് ഓൾഡെല്ലാം പറിച്ച് കളയണം. അപ്പം പറിച്ച ആൾ താഴെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ ചട്ടിക്കകത്തുള്ളതെല്ലാം കരിഞ്ഞിരിക്കുക. പിന്നെ താഴോട്ടുള്ള പച്ചപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാം പറിച്ചെടുത്താണ് വൃത്തിയാക്കി. ഓരോന്നിലും എടുക്കാനും നടാനൊക്കെ ഹന്നായെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മണ്ണ് വല്ലാതെ അങ്ങ് ഉറച്ചിരിക്കുമായിരുന്നു. അതിന് വളമൊന്നും ഇടാറില്ല. അപ്പം മണ്ണ് അങ്ങ് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരുള്ളിലോട്ട് നല്ലോണം ഇറങ്ങിയിട്ടുമില്ല. ഒരു ചെറിയ തൂമ്പ എടുത്തിട്ട് മണ്ണ് ഇളക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടിരിക്കുകയായിരുന്നു. സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങ് ഉണ്ടായിക്കോളും. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് നല്ല ഇതുണ്ടെന്ന് വിചാരിച്ചു അത് റീപ്ലാന്റ് ചെയ്ത് കൊടുത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായി കിടന്നത്. അങ്ങനെ കത്തി കൊണ്ട് കുത്തിയിട്ട് കെട്ടാണ്ട് ഞങ്ങൾ നല്ലോണം തൂമ്പ വെച്ച് കുത്തി ഇളക്കിയിട്ട് മണ്ണ് എല്ലാം സോഫ്റ്റാക്കി കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി വളവും കൂടെ ഇട്ടിട്ടാണ്, ചാണകപ്പൊടി കൂടെ ഇട്ടിട്ടാണ് പിന്നെ ഇനി ചെടി നടാൻ പോകുന്നത്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന വേസ്റ്റുള്ള കല്ലും വേരുകളൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നേക്ക് വേണം എന്താ വേണ്ടത്? ചെടിയാണോ വേണ്ടത്? ചെടി എന്തിനാ മോക്ക് നടാനാ? മോള് നടുവോ? നല്ലോണം നടണം കേട്ടോ. ചിറ്റി ഒരു സൈഡിൽ നിന്ന് നല്ല വഴക്കുണ്ടാക്കുമായിരുന്നു. അവൻ മുറ്റത്തിറങ്ങിയാൽ കല്ലും മണ്ണൊക്കെ വാരി വായിലിടും. അപ്പോൾ അവനെ പിടിച്ച് ഒരു തൊട്ടിക്കകത്ത് കൊണ്ടുപോയി അവൻ്റെ ഇരിക്കുന്ന ചെയറിൽ കൊണ്ടുപോയിട്ട് പുറത്ത് അഴയെ തൂക്കിയിട്ടേക്കാണ്. അവൻ അവിടെ ഇരുന്നിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം ഹന്ന എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോന്ന് എടുത്തു വെക്കാനും. അവൾ തന്നെ നട്ടോളാന്നാണ് പറയുന്നത്. ചില അതിൻ്റെ കൊട്ടകളൊക്കെ അങ്ങ് എത്തിപ്പോയി, ചിലതൊക്കെ അങ്ങ് പൊട്ടിയതാണ്. ഇത് വെയിലും മഴയൊക്കെ കൊള്ളുന്നതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ തൽക്കാലം ഇപ്പോൾ അതിനകത്ത് തന്നെയാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. ഇത് കൊണ്ടുപോയി വെക്കുമോ മോള്? മുറുക്ക പിടിക്കണേ, താഴെ വീഴാതെ പിടിക്കണേ. എനിക്ക് വേണം പച്ച മതിയോ? ആ ഓക്കെ, പച്ച നടാം. ഇത് മുഴുവൻ നടണോ? കുറച്ച് പോരെ? കുറച്ച് പോരാ? മുഴുവൻ നടണോ? ഇതാരെ വെള്ളം മോള് കളയാതെ വെള്ളം ഒഴിക്കുമോ? ആ ബോട്ടിൽ കളയാതെ ഒഴിക്കണം. ഇത് അപ്പുറത്തുള്ളതിലും ഒഴിക്കുക. ആ അപ്പുറത്തുള്ളതിലും എല്ലാത്തിനകത്തും കുറച്ച് ഒഴിക്കണേ. ഗുഡ് ഗേൾ ആണേ. വെള്ളം ഫിനിഷായോ? വിധം ഞങ്ങളുടെ പണി കഴിഞ്ഞപ്പോഴത്തേനും ചിറ്റി വല്ലാതെ വഴക്കായിട്ടോ. അവനെ പിന്നെ ചെയറിൽ കൊണ്ടുപോയിരുത്തി.